2016 ഒക്ടോബർ മാസം 6-ാം തീയതി ഗോവയിലെ പണാജിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മോണിക ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂം ഉണ്ടാക്കുന്ന ആൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവളെ വേലക്കാരി, അതായത് അവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ഇവളെ അപ്പാർട്ട്മെന്റിലോട്ട് രാവിലെ പോവുകയാണ്. അപ്പാർട്ട്മെന്റിൽ പോയിട്ട് രാവിലെ പോയതിനു ശേഷം മോണികയെ വിളിച്ചിട്ട് യാതൊരു തരത്തിൽ തന്നെ അവിടുത്തെ ഡോറും കാര്യങ്ങളൊന്നും തുറക്കുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവർ പലയിടത്തിൽ തന്നെ ഇവരെവിടെ പോയി എന്ന് അവിടുത്തെ അയൽവാസികളെല്ലാമായിട്ട് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഈ മോണിക ഗുപ്തയുടെ സഹോദരൻ ഇവളെ വിളിക്കുന്നത്. അതായത് മോണികയെ ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചിട്ട് അവളെ മൊബൈലിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല, നീ അവിടെയുണ്ടോ, അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മോണിക ഗുപ്തയുടെ സഹോദരൻ ഈ വേലക്കാരുടെ പക്കൽ ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെയുള്ള അയൽവാസികളെല്ലാം വിളിച്ചുകൊണ്ട് തന്നെ ആ വീടിന്റെ വാതിൽ അവിടെ തകർക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നേരെ ഇവർ പോയിട്ടുണ്ടായിരുന്നത് മോണിക ഗുപ്തയുടെ ബെഡ്റൂമിലോട്ടാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ദേഹത്ത് ഡ്രസ്സൊന്നും ഇല്ലാതെ കയ്യും കാലൊക്കെ കട്ടില്ലാത്താണ് മുഴുവൻ കെട്ടിയിട്ടിട്ട് അതിദാരുണമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും അന്നേ സ്ഥലത്തോട്ട് പിന്നീട് പോലീസർ വന്നതിന് ശേഷം ഈ ഡെഡ് ബോഡി നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു. ഓട്ടോപ്സി റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത് ശ്വാസം മുട്ടിയിട്ടാണ് ഇവളെ മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല അവിടെ നിന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർ സെർച്ച് ചെയ്യുന്നതിനകത്ത് നിന്ന് പോലീസുകാർക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മുടിനാരും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഫിംഗർ പ്രിന്റും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് എവിഡൻസ് മാത്രമേ പോലീസുകാർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇത് വെച്ച് പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ആണിന്റെ മുടിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോലീസുകാർക്ക് സാധിച്ചത്. പിന്നീട് അവിടെ നിന്നുമുള്ള CCTV ഫുട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ അന്നേ ദിവസം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ പുറത്തു നിന്ന് ഒരാൾ ഇതിന്റെ അകത്തോട്ട് കയറിയിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പോലീസുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ മുഴുവനായി വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുകയും പോലീസുകാർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പോലീസുകാരുടെ പക്കൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, അതായത് ജൂലൈ മാസത്തിലാണ് ഇവർ ഈ അപ്പാർട്ട്മെന്റിൽ വന്ന് താമസവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നത്. അന്നേ സമയം ഇവിടെ ഒരു ജീവനക്കാരൻ ഉണ്ടായിരുന്നു, രാജ്കുമാർ എന്നാണ് അവന്റെ പേര്. അവന്റെ വയസ്സ് 21 വയസ്സാണ്. ഈ രാജ്കുമാർ ഇവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെ കമ്പനി ആയതിനു ശേഷം പിന്നീട് ഇവരുടെ കാറും കാര്യങ്ങളൊക്കെ രാജ്കുമാർ ആയിരുന്നു കഴുകി വെക്കലും അതുപോലെ തന്നെ അവർ അപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരായിരുന്നു പോക്ക്. അതങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂലൈ 22-ാം തീയതി രാജ്കുമാർ ആണെങ്കിൽ ഇവരെ കാറിൽ നിന്നും കൊടയും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കുറച്ച് വസ്തുക്കളും മോഷ്ടിക്കുന്നത്. അതിനുശേഷം വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രശ്നവും കാര്യങ്ങളും ആവുകയും പിന്നീട് ഇവരാണെങ്കിൽ രാജ്കുമാർ വർക്ക് ചെയ്യുന്ന ഏജൻസിയെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏജൻസിയാണ് ഇവന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിരിച്ചുവിട്ടതിന് ശേഷം ഇവന്റെ സാലറിയും കാര്യങ്ങളൊന്നും ആ ഏജൻസി ഇവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് മോണിക ഗുപ്തക്കെതിരെ പകയും കാര്യങ്ങളും രാജ്കുമാർ ഉണ്ടാവും. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം ചെയ്യാൻ ഏറെ ചാൻസ് രാജ്കുമാർ ആണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ ഈ സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജ്കുമാർ എവിടെയാണ് ഉള്ളത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ നടത്തിക്കൊണ്ടു വന്നപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് അതായത് ഇവനുള്ളത് ബാംഗ്ലൂരിലാണെന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒക്ടോബർ 6-ാം തീയതി തന്നെ ഇവൾ ATM-ൽ നിന്ന് 20,000 റുപ്യ പോവുകയാണ്. 20,000 റുപ്യ പോയപ്പോൾ ഇതെന്താണ് മരിച്ച ഇവളുടെ അക്കൗണ്ടിൽ നിന്ന് 20,000 റുപ്യ ATM-ൽ നിന്നും ആരാണ് എടുത്തത് എന്ന നേരത്തെ തന്നെ പോലീസുകാർക്ക് വളരെയധികം കൺഫ്യൂഷനും കാര്യങ്ങളാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജ്കുമാറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കും. പിന്നീട് കർണാടക പോലീസിന്റെ സഹായം കാര്യങ്ങളും ഗോവൻ പോലീസ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുമ്പോൾ പിന്നീട് പിറ്റേ ദിവസമാകുന്നത് ഒക്ടോബർ 7-ാം തീയതി. ഒക്ടോബർ 7-ാം തീയതിയും കൂട്ടിക്കൊണ്ട് തന്നെ ഏകദേശം 1,00,000 റുപ്യയോട് അടുത്തുകൊണ്ട് തന്നെ ഈ ATM കാർഡിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ ആ ATM-ൽ നിന്നാണ് ഇവർ പണവും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് എന്ന തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ നടത്തിക്കൊണ്ട് വരുമ്പോൾ ആ ATM കാര്യങ്ങൾ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ആ ATM-ൽ പോയി നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ഫൂട്ടേജും കാര്യങ്ങൾ ഒരുത്തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ പക്കൽ പോയിട്ടതിന് ശേഷം അവിടെ നിന്ന് ഈ ഫൂട്ടേജും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. ഇവരെ നിങ്ങൾക്ക് അറിയുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗോവൻ പോലീസ് അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരുടെ പക്കൽ ചോദിക്കുകയും ചെയ്തു, അവിടെ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവനാണ് രാജ്കുമാർ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് രാജ്കുമാറിനെ സെർച്ച് ചെയ്ത് കർണാടക പോലീസ് ഗോവൻ പോലീസിനെ അറസ്റ്റ് ചെയ്ത് കൈമാറുകയും ചെയ്തു. പിന്നീട് ഗോവൻ പോലീസ് ഇവനെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇവന് യാതൊരു തരത്തിൽ തന്നെ കുറ്റകൃത്യങ്ങളൊന്നും
സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഗോവൻ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട റെഡിക്കുള്ള രീതിയിൽ തന്നെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇവനുള്ള സത്യങ്ങൾ മുഴുവൻ ഗോവൻ പോലീസിന്റെ പക്കൽ തുറന്നു പറയുന്നത്. അതായത് ഇവൻ ജൂലൈ 22-ാം തീയതി കൊടയും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഇവളുടെ കാറിൽ നിന്ന് ഇവ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോണികയാണെങ്കിൽ രാജ്കുമാർ വർക്ക് ചെയ്യുന്ന ഏജൻസിയെ വിളിച്ച് പറയുകയും ചെയ്തു. ഏജൻസി ആ സ്ഥലത്ത് വരികയും പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നമാവുകയും ചെയ്തു. അതിനുശേഷം രാജ്കുമാറിന്റെ സാലറി ഹോൾഡ് ചെയ്യുകയാണ്. 22,000 സാലറി ഹോൾഡ് ചെയ്യുകയും പിന്നീട് ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം രാജ്കുമാർ ആണെങ്കിൽ നിരന്തരമായിട്ട് ഈ ഏജൻസിയെ വിളിക്കാറുണ്ടായിരുന്നു. ഏജൻസിയെ വിളിച്ചതിന് ശേഷം ഏജൻസി ആ പണവും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഗതി കെട്ടിട്ട് പിന്നീട് രാജ്കുമാർ ആണെങ്കിൽ ഇവളെ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെ ആ ഏജൻസിയുടെ പക്കൽ നിന്ന് എൻ്റെ സാലറി ഒന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. മറിച്ച് ഈ കാര്യങ്ങൾക്കൊന്നും ഇവൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് ഇവനെ എങ്ങനെയെങ്കിലും പോയിട്ട് ഇവളുടെ പക്കൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പണം വാങ്ങിക്കണമെന്ന് ഇവൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇവ പണിയെടുത്തു. ആ പണിയെടുത്ത പണം എന്തായാലും ഇവനിക്ക് ഏജൻസി കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഇവളാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇവളെ പക്കൽ പോയിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഇവളുടെ പക്കൽ നിന്നും ആ പണം വാങ്ങിച്ചെടുക്കാമെന്നായിരുന്നു ഇവൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുക ഒക്ടോബർ 5-ാം തീയതി ഇവൻ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളും വിട്ടുകൊണ്ട് തന്നെ ആ അപ്പാർട്ട്മെന്റിലോട്ട് പ്രവേശിക്കും. ആരും കാണാതെ തന്നെ ഇവിടെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ടെറസിന്റെ മുകളിൽ പോയിട്ട് ഇവൻ ഒളിച്ച് താമസിക്കുകയും ചെയ്തു. അതിനുശേഷം രാത്രി ഇവൻ അവിടെ നിന്നും പിന്നീട് താഴോട്ട് ഇറങ്ങി വരികയും ചെയ്തതിന് ശേഷം ഇവന്റെ കയ്യിലുള്ള കത്തി വെച്ച് ഇവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവളെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഇവളുടെ പക്കൽ പണം ചോദിക്കുകയും ചെയ്തു. അതേ സമയം മോണികയുടെ പക്കൽ 4,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാജ്കുമാറിന് മോണിക കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറിച്ച് ഇവനിക്ക് ഈ പണം മാത്രം പോരാത്തത് കൊണ്ട് തന്നെ അവളെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം പിന്നീട് കത്തി വെച്ചുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം കട്ടില്ലാത്താണ് ഇവളെ കെട്ടിയിടുകയും പിന്നീട് ഇവളെ ദേഹത്തുള്ള ഡ്രസ്സ് മുഴുവനായി ഊരി മാറ്റുകയും ചെയ്തു. പിന്നീട് അതിദാരുണമായി ഇവളെ റേപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം വീട് മുഴുവൻ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇവളെ ATM കാർഡ് ഇവന്റെ പക്കൽ ലഭിക്കുന്നത്. ATM കാർഡ് ഇവന്റെ പക്കൽ ലഭിച്ചതിന് ശേഷം പിൻകോഡ് ചോദിച്ചപ്പോൾ പിൻകോഡും കാര്യങ്ങളും ഇവൾ പറഞ്ഞു കൊടുത്തില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇവളെ അശ്ലീല ഫോട്ടോസും കാര്യങ്ങളെല്ലാം മോണികയുടെ ഇവൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ATMന്റെ പിൻ കാർഡ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവൾ ഒച്ച വെച്ചപ്പോൾ അവിടെ നിന്ന് തണുക്കാനെടുത്ത് ഇവളെ വായും മൂക്കും ഓടി ഇവൻ വെക്കുകയാണ് കുറച്ചു നേരം. അതിനുശേഷം ഇവൾ മരണപ്പെട്ടു എന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവൻ അടുക്കളയിൽ പോവുകയും പിന്നീട് ഭക്ഷണം ഉണ്ടാക്കി തിന്നുകയും പിന്നീട് അവിടെ നിന്ന് ഇവൻ രക്ഷപ്പെട്ടു പോവുകയുമാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഗോവൻ പോലീസിന്റെ പക്കൽ രാജ്കുമാർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന് നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.